അമ്മേ, എന്ത് പരിപാടി അമ്മ ഈ കാട്ടിയത്? ഇത്രയോ ഈ സാധനം ഇവിടെ എന്നോട് ഇങ്ങനെ ചെയ്യേ? ഇതെനിക്ക് പൊറുക്കാൻ പറ്റിയൊന്നുമല്ല. എല്ലാം കൂടെ അങ്ങ് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുന്നത്. അമ്മേ, അമ്മയ്ക്ക് വലിച്ചെറിയുന്നുണ്ടെങ്കിൽ എന്റേത് വലിച്ചെറിയായിരുന്നല്ലോ. സാരമില്ല, ഞാൻ എന്റേത് മോൾക്ക് കൊടുത്തോളാം. ആഹാ, ഇവിടെ ആരും അവക്കിപ്പോ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. ആരെങ്കിലും ഇവിടെ മാളൂട്ടിക്ക് എന്തെങ്കിലും സഹായം ചെയ്താ പിന്നെ ആരും ആ വീട്ടിലേക്ക് തിരിച്ചു വരണ്ട. ഈ അമ്മയെ കാണുകയില്ല. മാളൂട്ടി ഇന്ന് നമ്മളൊക്കെ ഐസ്ക്രീം കഴിക്കുന്നത് നോക്കി നിൽക്കണം. ആരെങ്കിലും കൊടുത്താ അവർക്ക് വീട്ടിൽ സ്ഥാനമില്ല. അതെങ്ങനെ? ഞാനെങ്ങനെ എന്റെ കുഞ്ഞിനെ കൊടുക്കാതെ ഇത് കഴിക്കുക? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്തായാലും ഇന്ന് മാളൂട്ടിക്ക് ഇവിടെ ആർക്കും ഐസ്ക്രീം കൊടുക്കരുത്. എന്താ അമ്മേ, ചെറിയ കുഞ്ഞുങ്ങളാടാണോ ഇങ്ങനത്തെ വാശിക്ക്? അമ്മ മനുഷ്യനല്ലേ? അറിയാത്തോട് ചോദിക്കാമ്മേ, ഞങ്ങളൊക്കെ വീട്ടിൽ കേട്ടില്ലെന്ന് പറഞ്ഞാ ഞങ്ങൾ കൊച്ചിന് മൊബൈൽ വെച്ച് ഐസ്ക്രീം കഴിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അമ്മ ഏത് കാലത്താ ജീവിക്കുന്നേ? ആഹാ, ഇവിടെ ആരും മാളൂട്ടിക്ക് ഐസ്ക്രീം കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കും. ഞാന് മാളൂട്ടിക്ക് എന്തായാലും ഐസ്ക്രീം കൊടുക്കും. മുത്തശ്ശിനെ വീട്ടിൽ കേട്ടില്ലെങ്കിലേ ഞാനേ വേറെ അങ്ങോട്ടേലും പോയിക്കോളാം. മോളുടെ മുന്നിലാ ഈ മുത്തശ്ശി തോറ്റു പോകുന്നത്. നിനക്ക് ഈ മുത്തശ്ശിയെ എല്ലായിടത്തും തോൽപ്പിക്കാനാണോ താല്പര്യം? മുത്തശ്ശി എന്തൊക്കെയാ മാളൂട്ടിയോട് ചെയ്യുന്നേ? എന്നോട് എന്റെ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ചെയ്താ മുത്തശ്ശിക്ക് സങ്കടം വരില്ലേ? ഇങ്ങനെ സോറി, എന്റെ അച്ഛമ്മ എന്നോട് ഇങ്ങനെ ചെയ്താ മുത്തശ്ശിയുടെ റിയാക്ഷൻ എന്താവും? അതിന് നിന്റെ അമ്മയെ നാട്ടുകാരറിഞ്ഞ് നാലാളറിഞ്ഞ് നല്ലതുപോലെ കല്യാണം കഴിപ്പിച്ചു വിട്ടതാ. ഈ മാളൂട്ടിയുടെ അമ്മയെ പോലെയല്ല. അതെന്താ, മാളൂട്ടിയുടെ അമ്മയ്ക്ക് കൊമ്പുണ്ടോ? അവന് കല്യാണം തന്നെയാ കഴിച്ചത്. മുത്തശ്ശിയും കല്യാണം തന്നെയല്ലേ കഴിച്ചത്. പിന്നെ മുത്തശ്ശിയുടെ ആരെയും ഇങ്ങനെ ചെയ്തിരുന്ന? വേണ്ട മോളെ, എനിക്ക് വേണ്ടി മുത്തശ്ശിയോടൊന്നും തർക്കിക്കാൻ പാടില്ല. ചേച്ചി, ഞാനിത് കഴിക്കില്ല. ഞാനിത് കളയാൻ പോവാ. എനിക്ക് എന്റെ മോക്ക് കഴിക്കാതെ ഞാനെങ്ങനെ കഴിക്കാനാ? ആന്റി എങ്ങോട്ട് പോണ്ട, മാളൂട്ടി ഐസ്ക്രീം കഴിക്കും. ഈ മുത്തശ്ശി തന്നെ കൊടുക്കും. ഞാൻ കൊടുക്കുന്നോ? നോക്കിക്കോ മുത്തശ്ശി, എന്ത് ഞാൻ മാളൂട്ടി കൊടുക്കാൻ പോവാ. പിടിക്ക്. എനിക്ക് വേണ്ട, കഴിച്ചോ. മാളൂട്ടിക്ക് വേണ്ട. മുത്തശ്ശി മാളൂട്ടിയുടെ ഐസ്ക്രീം വീണ്ടും എറിഞ്ഞു കളയൂ. മുത്തശ്ശിക്ക് മാളൂട്ടി ഒട്ടും ഇഷ്ടമല്ല. മാളൂട്ടിക്ക് ഇതൊന്നും വേണ്ട. പാവന്റെ മാളൂട്ടി. ഇവിടെ എന്തോരാ ചേച്ചി കളിക്കാനായിട്ട്? ചേച്ചി മാളൂട്ടി, എന്താ നീ ഇപ്പോൾ ഐസ്ക്രീമിന്റെ കാര്യം വിട്ടില്ലേ? ഓ, നീ ഇപ്പോൾ മാളൂട്ടിയുടെ കാര്യം വിട്ടില്ലേ? നീ എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ വിളിക്കുന്നേ? ഞാനില്ലേ നിനക്ക്? ചേച്ചി വലിയ പോത്തായിരിക്കാ. മാളൂട്ടിയുടെ പോലെ കുഞ്ഞല്ല. മാളൂട്ടി കുഞ്ഞുവാവല്ലേ? ആ മാളൂട്ടി, നിന്നെ സ്ലൈഡിൽ ഇരുത്തി തരാം. വേണ്ട. മുത്തശ്ശി ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചേ? കുട്ടികളെ പാർക്കാം. ഇവിടെ ആര് കളിക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ലാതെ മുടി നരച്ചവരൊന്നും തീരുമാനിക്കാൻ വരണ്ട. പറ്റില്ല. മാളൂട്ടിയെ സ്ലൈഡിൽ കളിപ്പിക്കാനോ ഇവിടെ ഒരു ഇതിൽ കളിപ്പിക്കാനോ പാടില്ല. എന്താ പാടില്ലാത്തെ? മാളൂട്ടിക്ക് എന്തെങ്കിലും കളിക്കണ്ടേ? പാവല്ലേ മാളൂട്ടി, അവൾ ഇങ്ങനത്തിലൊന്നും ഇതുവരെയായിട്ട് കേറിയിട്ടില്ലല്ലോ. മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നേ? ഐസ്ക്രീമിന് കാര്യം ഞാൻ വിട്ടതാ. മുത്തശ്ശി ഇനി എന്നെ കൊണ്ടത് പഠിപ്പിക്കണോ? ഞാനൊരു കാര്യം പറഞ്ഞതാ, അവൾ ഇവിടെ ഒന്നിന് കളിക്കരുത്. എന്നിട്ട് വേണ്ടിട്ട് വേണം എന്റെ മകന്റെ പൈസയും ചെലവാക്കി ഹോസ്പിറ്റലിൽ കിടക്കാനായിട്ട്. അവ എന്റെ മോൻ രാവിലെ പകലില്ല എന്ന് പറഞ്ഞ് ജോലിക്ക് പോയി ഉണ്ടാകുന്ന പൈസയൊക്കെ ഇവളുമാരെ ഇങ്ങനെയൊക്കെ അങ്ങ് മുടിക്കും. അങ്ങനെ മര്യാദക്ക് കളിക്കാൻ അനുവദിക്കുന്നുണ്ടോ? എപ്പോഴും മുത്തശ്ശി ഓരോന്നിച്ച് വന്നോളൂ. മുത്തശ്ശിക്ക് എന്താ വട്ടാണോ? മുത്തശ്ശിക്ക് എന്ത് കുശുമ്പാ? മുത്തശ്ശിക്ക് വേണമെങ്കിൽ കളിച്ചോ, ഞങ്ങൾ ആരും കുറ്റം പറയില്ല. എടി മുത്തശ്ശി, നീ ഇങ്ങനെ കളിയാക്കല്ലേ? നിങ്ങളുടെ പോലെ കളിക്കാണ്ടൊന്നല്ലേ എനിക്ക്. ഇവളെ കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. എന്റെ മകന്റെ പൈസ ചെലവാകരുത്. ഇവളെ കൊണ്ട് ഇന്ന് നഷ്ടപ്പെട്ടത് ഐസ്ക്രീമാ. അത് മുത്തശ്ശിയല്ലേ ഇറങ്ങണ്ടേ? മാളൂട്ടിയല്ലോ. മുത്തശ്ശിയല്ലേ പൈസ കളഞ്ഞതേ. എന്നിട്ട് മാളൂട്ടി തല്ലേക്കിടാ. അതൊക്കെ അതെ, ബട്ട് മോളെ ഇവളെ കൊണ്ട് കളിപ്പിക്കണ്ട. മുത്തശ്ശി കാര്യം പറയാ, കുഞ്ഞല്ലേ, എന്തേലും പറ്റും. ഓഹോ, മുത്തശ്ശിക്ക് മാളൂട്ടിയോട് ഇത്രയ്ക്ക് അത്രയ്ക്ക് സ്നേഹമാണ് മുത്തശ്ശിക്ക് മാളൂട്ടിയോട്. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. മാളൂട്ടി, നീ കളിക്കോടി. എനിക്ക് കളിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. മുത്തശ്ശി ഒന്ന് സമ്മതിക്കോ? പാവല്ലേ മാളൂട്ടി. മാളൂട്ടി ഇങ്ങോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. വീട്ടില് മാത്രല്ലേ ഇരിക്കാറ്. ഇവിടേക്ക് ഒന്ന് മാളൂട്ടി കളിച്ചോട്ടെ പ്ലീസ്. മുത്തശ്ശി ഇവിടെ വഴക്കുണ്ടാക്കല്ലേ. പൊന്നു മാളൂട്ടി, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാ. എനിക്ക് മുത്തശ്ശിയുടെ സമ്മതം ഇല്ലാതെ ഇവിടെ കളിക്കാൻ പറ്റൂലേ? എനിക്ക് ഒറ്റയ്ക്ക് കളിച്ചോട്ടെ. എന്തിനാ ഇതാളക്കിന് സമ്മതം? മോളെ കുഞ്ഞൂസേ, നിനക്കെന്താ മുത്തശ്ശിയുടെ തീരെ ഒരു ബഹുമാനം ഇല്ലല്ലോ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ. ഈ മാളൂട്ടി കാരണമല്ലേ നീ ഇങ്ങനെ ആയത്. ഓ, ഈ ചെറിയ കുട്ടി എന്നെ എന്ത് ചെയ്യാനാ മുത്തശ്ശി? മുത്തശ്ശിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത്. ചേച്ചി മുത്തശ്ശിയുടെ നാളത്തിനൊക്കെ കിട്ടും, പക്ഷേ ഈ കുഞ്ഞൂസിന് അതിനൊന്നും കിട്ടില്ല.
എനിക്കെല്ലാം അറിയാം. എനിക്ക് എന്തെല്ലാം അറിയാമേ? ചേച്ചിയുടെ മുത്തശ്ശിയുടെ താളത്തിൽ കിട്ടുന്നുണ്ട്. ചേച്ചി മുത്തശ്ശി പറഞ്ഞൊക്കെ അതുപോലെ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്തു മോളെ നീ പറയുന്നത്? തൽക്കാലേ അതെ, ഞാൻ ഇപ്പൊ മുത്തശ്ശിയോട് പറയുന്നില്ല. തൽക്കാലം മുത്തശ്ശി ഇവിടുന്ന് പോയി തന്നോ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ വിളിച്ചു പറയും മുത്തശ്ശി ചെയ്ത കാര്യങ്ങളൊക്കെ നാട്ടിലോട്ട് പറഞ്ഞാലേ മുത്തശ്ശി പിന്നെ കിടക്കാൻ പോകുന്ന ജയിലായിരിക്കും. എന്താ മുത്തശ്ശി? എനിക്ക് തോന്നുന്നു എണ്ണക്കേസാണെന്ന്. ഞാൻ പോയിക്കോളാം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാട്ട്, കളിക്കേ വീഴേ എന്താ വെച്ചാൽ ചെയ്യേ. ഈ അവർക്ക് എന്തെങ്കിലും പറ്റിയാ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ. എന്റെ മകന്റെ പൈസക്ക് ഇന്ന് വരണ്ട. സമാധാനായാലും മാളുട്ടി, നിനക്ക് ഞങ്ങളെയൊക്കെ തല്ലിപ്പിച്ചപ്പോ, ഞങ്ങൾ എല്ലാരെ കൊണ്ട് വഴക്കടിപ്പിച്ചപ്പോ നിനക്ക് നല്ല സമാധാനമായില്ലേടി? ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നോട് ക്ഷമിക്ക്. ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ക്ഷമിക്കാനല്ലേ പണി. മാളുട്ടി, നമുക്ക് കളിക്കാം. ഇവിടെ ഒന്നും നോക്കണ്ട, ഇവർക്കൊക്കെ വട്ട. മുത്തശ്ശിക്ക് പ്രത്യേകിച്ചും. മാളുട്ടി, നീ ഇവിടെ കളിച്ചോ, ഒരു കുഴപ്പമില്ല. വേണ്ട, ഞാനിവിടെ കളിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. മാളൂട്ടി കളിച്ച ആർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് മാളൂട്ടി കളിക്കുന്നില്ല. ചേച്ചി 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 കളിച്ചോ? ഞാൻ കളിക്കുന്നില്ല. മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? മുത്തശ്ശി എന്നെ ഒരുപാട് തല്ലും, ഒരുപാട് വഴക്ക് പറയും. അച്ഛൻ വരുമ്പോ അച്ഛനോടും പറഞ്ഞു കൊടുക്കും മാളൂട്ടിയെ കുറ്റം. എന്നിട്ട് അച്ഛനും മാളൂട്ടിയെ ചീത്ത പറയും. മോളെ, കഷ്ടമുണ്ട് കേട്ടോ. ഇത്ര വലിപ്പല്ലേ നീ ആയുള്ളൂ, അപ്പോഴേക്കും നീ ഇങ്ങനെ വലിയ വലിയ വാക്കുകൾ പറയില്ലേ? നീ കളിക്കാൻ നോക്കാതെയോ? ഇപ്പൊ എനിക്ക് നിന്നോട് ദേഷ്യം വരുന്നുണ്ട് മാൾട്ടി. പറഞ്ഞൊന്നും കേൾക്കുന്നില്ല നീ. നിനക്ക് മുത്തശ്ശിയുടെ വാക്കാ വേദവാക്യം. ചേച്ചിയും കൂടെ എന്നോട് ദേഷ്യപ്പെട്ട് എനിക്ക് പിന്നെ ആരാ ഇവിടെ കളിക്കാനുണ്ടാവുക? സോറി, ഞാൻ അപ്പത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ മുത്തശ്ശിയോട് വഴക്കുണ്ടാക്കുന്നേ. നീ ഇവിടെ കളിക്കാൻ വേണ്ടിട്ട് ഞാനിപ്പം മുത്തശ്ശിയെ പണക്ക് പറഞ്ഞയച്ച്. എന്നിട്ട് നിനക്ക് എൻ്റെ കൂടെ കളിക്കാൻ വയ്യെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ മാളൂട്ടി? എന്ത് ചെയ്യാനാ? നീ പറ. നീ എൻ്റെ കൂടെ കളിക്കില്ലേ? ചേച്ചി, ഞാൻ കളിച്ചോളാം. ഉറപ്പാണോ? ഞാൻ നിനക്ക് വേണ്ടിട്ട് എല്ലാരുടെ അടുത്തും വഴക്കുണ്ടാക്കുന്നത്. നിനക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. അങ്ങനെയല്ല ചേച്ചി, എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമാ. എൻ്റെ അമ്മ പോലും എനിക്ക് വേണ്ടി ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടില്ല. താങ്ക് യു ചേച്ചി. എന്റെ കൂടെ കളിക്കില്ലേ? ഞാൻ കളിക്കാം. ഞാൻ ചേച്ചിയുടെ കൂടെ ഒരുപാട് നേരം കളിക്കാം. ചേച്ചി ഇങ്ങനെ വിഷമിച്ച് നിക്കല്ലേ, മാളൂട്ടിക്ക് സങ്കടം വരും. പ്ലീസ് ചേച്ചി ഇങ്ങനെ വിഷമിച്ച് നിക്കല്ലേ. ഞാനൊന്നും വിഷമിച്ച് നിക്കുന്നില്ല, നിനക്ക് സന്തോഷായാൽ മതി. ഇവിടെ നിൽക്കാണോ എന്റെ കഥ? ഞാൻ ഇന്ന് കളിച്ചു തരാം.